കർശന ഉപാധികളോടെയല്ലേ ജാമ്യം? കർശന ഉപാധിയൊന്നുമില്ല. എന്തൊക്കെയാണ് ഉപാധി? നമ്മൾ ഫയൽ ചെയ്ത ആപ്ലിക്കേഷനിൽ ജാമ്യാപേക്ഷയിൽ ഇപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എല്ലാ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്രൈഡേ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയിട്ട് ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഉപാധി. മറ്റുപാധികളൊന്നുമില്ല. പിന്നെ 2 ആൾജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഉപാധി കൂടിയുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പ്രോസിക്യൂട്ടർ വളരെയധികം എതിർത്ത ഒരു ജാമ്യാപേക്ഷയായിരുന്നു ഇത്. ദീപകിൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നും അവരുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും എഡിറ്റഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നൊക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ വാദമൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ പരിശോധനയൊക്കെ ഒരുപാട് വൈകുന്നതാണല്ലോ. അത് ഫോറൻസിക് എക്സാമിനേഷൻ ആയതുകൊണ്ട് അത് ഒരുപാട് സമയം എടുത്തിട്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുവരെയും ഇവരെ കസ്റ്റഡിയിൽ വെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലല്ലോ. സാക്ഷിയെ സ്വാധീനിക്കരുത് എന്നുള്ളത് സാധാരണ എല്ലാ ബെയിൽ ആപ്ലിക്കേഷനിലുമുള്ള കണ്ടീഷനാണ്. അത് ഇതിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതിന് തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വിദേശത്തേക്ക് പോകുന്നതിന് തടസ്സമൊന്നും ബെയിൽ ആപ്ലിക്കേഷൻ ബെയിൽ ഉത്തരവിലില്ല. 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി, ബഹുമാനപ്പെട്ട കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി 1 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരുന്നത്. വീണ്ടും കസ്റ്റഡി വേണമെന്ന പ്രോസിക്യൂട്ടർ ജില്ലാ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അനുവദിച്ചിട്ടില്ല ജില്ലാ കോടതി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.